കാലയെ പിടിച്ച് വലിച്ചോണ്ട് വന്നപ്പോഴേ അമ്മച്ചി എന്തോ റിയാക്ട് ചെയ്തത്? അത് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വല്യപ്പച്ചനൊക്കെ പാടി. അല്ല അമ്മച്ചി വിചാരിച്ചോ എങ്ങോട്ടോ പുറപ്പെട്ടു പോയെന്ന് വിചാരിച്ചു? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇല്ല, എന്നുവെച്ചാ അങ്ങനെ ഒരു പ്രേമോ ഒരാളുടെ അടുത്ത് വർത്താനം പറയേ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കോളേജിലേക്ക് പോകുമ്പോ ഇവര് രണ്ടുപേരെയും എന്റെ കൂടെ കൊണ്ടുപോയി ബസ് കയറ്റി ഞാൻ പോരുമ്പോ ഒരുമിച്ച് കൊണ്ടുപോരുന്ന കുട്ടികളാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് ഒരു കാലത്തും ഇപ്പോഴും തോന്നിയിട്ടില്ല എന്റെ മക്കളിൽ. ഇല്ല അല്ലേ ജോൺസാ? സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് വല്യപ്പച്ചന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കൊറേ ആശ്വസിപ്പിച്ചു. അത് ഇനിയിപ്പോ പോട്ടെ, നമുക്ക് അത് വിട് നീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവര് തന്നെ റിലാക്സ് ചെയ്യിപ്പിച്ചു. ഒരു 3-ാമത്തെ ദിവസമാണ്. അപ്പൊ അതിന്റെ ഇതൊക്കെ നഷ്ടപരിഹാരം അവര് ഈ കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത അവിടെ എത്തിയോ ആ പയ്യന്റെ വീട്ടിലേക്ക്? എത്തി. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. അത് അന്വേഷിച്ചിട്ടില്ല. ഇല്ല. അവരുടെ അത് പിന്നെ അവര് അന്നത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റായത് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് നമ്മ നഷ്ടപരിഹാരം കൊടുത്തു. അത് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ ദിവസമാണ് ജോൺസേട്ടന്റെ കല്യാണാലോചന വരുന്നത്. അത് വരട്ടെ, അത് നമുക്ക് സമാധാനമുള്ള കാര്യം. ഇതുവരെ ഉള്ളത് നമുക്ക് പ്രശ്നമായ കാര്യം. ഇത് സമാധാനമുണ്ട്. അല്ല, വേറെ രസം ഉണ്ടായില് ഈ പെണ്ണ് ഒളിച്ചിരുന്നുള്ള വാർത്ത കൊടുത്തത് ഞാനാ. പത്രത്തിൽ വാർത്ത കൊടുത്തു. പത്രങ്ങൾക്ക് അവിടെ നിന്ന് നമ്മുടെ സ്റ്റുഡിയോ നിന്നാണ് സ്കാൻ ചെയ്ത് അയക്കണേ. പണ്ട് മറ്റേ മാറ്റർ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് പത്രവാർത്ത കൊടുക്കണേ. അപ്പൊ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ആള് എന്നോട് പറഞ്ഞോടാ ജോൺസൺ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അഡ്രസ് ഒന്നും ഇല്ലാണ്ട് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു, കല്യാണം മുടങ്ങി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ വാർത്ത സ്കാൻ ചെയ്യുമ്പോഴേ ജോൺസൺ എന്താ ശരിക്കും തോന്നി? മനസ്സിലാതൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതല്ലേ ഈ പെണ്ണിന് എന്താ ആവശ്യം എന്ന് തോന്നിയോ? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് തമാശയായിട്ട് ചിരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അന്നത്തെ അവസ്ഥ തന്നെ അന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ആൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടിയോണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റേജിൽ തന്നെ അതിന്റെ സീരിയസ്നെസ് ഇതിലപ്പുറമാണ്. നമ്മൾ ചിരിച്ചു കളയുന്നത് അപ്പുറമാണ് അതിന്റെ കാര്യങ്ങൾ. അല്ല പിന്നെ എങ്ങനെ ഈ എനിക്ക് തോന്നുന്നു ഞാൻ ജോൺസിലെ അല്ല ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയായി കാണും. അപ്പൊ ഈ വാർത്ത എഴുതിയ ആള് പിന്നെ ഈ കല്യാണ കെട്ടാനായിട്ട് താലിയായിട്ടൊക്കെ അവിടെ ചെന്നതിന്റെ കാര്യം അതെന്ന് വെച്ച് ഞാൻ എനിക്കൊരു കല്യാണ കേസത്ത് മരി വന്നിട്ട് വിരുന്ന് കഴിഞ്ഞിട്ട് മുടങ്ങി പോയിണ്ടായിരുന്നു. ജോൺസൺ ഒളിച്ചിരുന്നോ? ഞാൻ ജോൺസൺ ഒളിച്ചിരുന്നില്ലല്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു ജോൺസണും പേടിച്ചതുപോലെ ഒളിച്ചിരുന്നു. എന്നെ കുറിച്ച് ആ പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിച്ചു, അതുകൊണ്ടാണ് കല്യാണം മുടങ്ങി പോയി. ആ മുടങ്ങിയതിന്റെ പ്രതികാരം ചെയ്താണോ ഈ കെട്ട്? ഇല്ല, പ്രതികാരമില്ല. നമ്മളെ ആ മാനസികാവസ്ഥയും പിന്നെ ഇവര് ഈ ഞാൻ പറഞ്ഞില്ലേ ഇവര് കാർമൽ കോളേജിൽ പോകുമ്പോ തന്നെ രണ്ട് പിള്ളേരെ കൊണ്ടുപോകണ കാണാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു കണ്ട് പരിചയം ഇതുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് പറ്റിയ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു, എടാ ഇങ്ങനെ കേസുണ്ട്, ഇപ്പൊ അവരുടെ മാനസികാവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്, ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ പോയി പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, എന്നാലും ഒന്ന് ഒരു ആശ്വാസവാക്ക് ചെന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കെട്ട് നടന്നത് അല്ലേ? ഇത് ബോൺസിയുടെ ഒറിജിനൽ കല്യാണത്തിന് അല്ലെ ഒളിച്ചോട്ടത്തിന് ശേഷം എത്ര ദിവസമാണ് ഈ മഹാസംഭവം നടന്നത്? 3 ദിവസം ആ നാട്ടിൽ വേറെ ആരും ഒളിച്ചിരിക്കാതെ നമ്മുടെ ഭാഗ്യം അല്ലേ ബോൺസി? പിന്നെ വേറെ ആൾ കൂടെ നന്നായി. അപ്പൊ നമുക്ക് ഇനി മത്സരത്തെ കുറിച്ച് കാര്യം കുറെ നേരമായി നമ്മൾ സംസാരിച്ചു. ഒളിച്ചിരുന്ന കാര്യമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അന്ന് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ആർക്കെങ്കിലും അനുകരിക്കാമോ? അതിന്റെ റോയൽറ്റി നമുക്ക് തന്നെയല്ലേ? ആരും അനുകരിക്കണ്ട. കാരണം അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അത് ആർക്കും പറഞ്ഞു കഴിഞ്ഞാ മനസ്സിലാവില്ല. അതുകൊണ്ട് ആരും അനുകരിക്കരുത്. അതിന്റെ കോപ്പിറൈറ്റ് ഫുൾ ഇവിടെയാ കേട്ടോ. ശരിക്കും അതെന്റെ കഥ, എന്റെ ജീവിതം അത് അവസാനിച്ചു. ഭാഗ്യത്തിന് പാവം ജോൺസൺ വഴിതെറ്റി അവിടെ വന്ന് കയറി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ 2 രീതിയിൽ മത്സരിക്കാം. 10 ചോദ്യങ്ങൾ വഴി 1 കോടി. അത് 10 ചോദ്യം, ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് 10 ലക്ഷം, 10 × 10 = 1 കോടി. അങ്ങനെ വേണോ? അതല്ല 20 ചോദ്യങ്ങൾ വഴി വളരെ പതുക്കെ മാള തൃശ്ശൂർ വഴി കൊച്ചി എന്നുള്ള രീതി വരാം. തൃശ്ശൂർ വഴി പോയാൽ ഓക്കെ. അപ്പൊ 20 ചോദ്യങ്ങളുടെ 1 കോടിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് കുട്ടേട്ടൻ. കുട്ടേട്ടന് നിങ്ങളുടെ കുറെ കാര്യങ്ങൾ അല്ലാതെ അറിയാം. കുട്ടേട്ടന് ഇത്തിരി പ്രവചന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ നിർമ്മിത ബുദ്ധിയുണ്ട് തലയിൽ. മണ്ണ ഓക്കെ. അല്ലല്ല, ഞാൻ ഈ വയലിൽ മണ്ണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയായിരുന്നു. ഓക്കെ, അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? പോൺസി ജോൺസൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. നിങ്ങളുടെ നാട്ടിൽ കാക്കുളിശ്ശേരി എന്ന ഒരു സ്ഥലമുണ്ടോ?
ഗണിച്ചു നോക്കിയ സമയത്ത് കുറേയധികം കാര്യങ്ങള് ഈ സ്ഥലത്തിനെ കുറിച്ച് തെളിഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് കുറേയധികം നിഗൂഢതകൾ. എന്തായാലും ഇടയ്ക്ക് കുട്ടേട്ടൻ ഇതിനെ കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. ഓൺഷി നന്നായി മത്സരിക്കൂ. ഓൺഷി കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്.